ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലെയും ഫേസ്ബുക്ക് പേജിലെയും എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂർക്ക മെഴുക്ക് വരട്ടി ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ പലർക്കും കൂർക്ക നന്നാക്കി എടുക്കാനായിട്ട് കുറച്ച് മടിയാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് കൂർക്ക നന്നാക്കുന്നത്. അപ്പോൾ ഈ രീതികളെല്ലാം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് എളുപ്പമുള്ള രീതി നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. സവാള വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു നെറ്റ് പോലത്തെ ഇതുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ കൂർക്ക അതിലുള്ളിലിട്ടിട്ട് പൈപ്പിൻ്റെ അടിയിൽ കാണിച്ച് നന്നായിട്ട് തിരുമ്മി എടുത്താൽ കൂർക്ക ഈസിയായിട്ട് തൊലി കളഞ്ഞെടുക്കാം. ഞാൻ ചെയ്യുന്ന എൻ്റെ സ്വന്തം സ്റ്റൈല് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂർക്ക നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. രാവിലെ കത്തി എടുത്തിട്ട് തൊലി അങ്ങോട്ട് ചീവി എടുക്കുക. വളരെ ഈസി ആയിട്ട് തൊലി ചീവി കളയാൻ സാധിക്കും. എൻ്റെ ഹസ്ബൻഡിൻ്റെ സ്ഥലം അങ്കമാലിയാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ചാക്കിലിട്ട് കാലുകൊണ്ട് ചവിട്ടി എടുക്കുക എന്നുള്ളതാണ്. വളരെ ഈസിയാണ് നന്നാക്കി എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തലേദിവസം വെള്ളത്തിലൊന്നും ഇടണ്ട. മിക്കവാറും എല്ലാ തൊലിയും തന്നെ നീങ്ങിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ആ നാരൊക്കെയുള്ളതൊന്ന് ചെത്തിയെടുത്താൽ മതി. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും പോസിബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു ഈസി ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൂർക്കയുടെ ചെളിയും മണ്ണും എല്ലാം പൂർണ്ണമായിട്ട് നന്നായിട്ട് കഴുകി കളയാം. അതിനുശേഷം നമ്മൾ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞ് നമുക്കതിൻ്റെ തൊലി ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ 3 രീതിയിൽ തൊലി കളയുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതല്ലാതെ പുതിയ ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂർക്ക മെഴുക്ക് വരട്ടിയാണ്. അതുണ്ടാക്കാനായിട്ട് 1/2 കിലോ കൂർക്ക വൃത്തിയാക്കിയത് അരിഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി അല്ലി, അത് 6 എണ്ണം ചതച്ച് വെക്കുക. കറിവേപ്പില 2 തണ്ട്, ചതച്ച മുളക് 1 സ്പൂൺ, വെളിച്ചെണ്ണ, ഉപ്പ് ഇത് ആവശ്യത്തിനെടുക്കുക. ചെറിയ ഉള്ളി 4 എണ്ണം അരിഞ്ഞത്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇതിലൽപ്പം ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇതിലേക്ക് ഇനി ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. മുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. 3 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കുക. കറിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ പാകത്തിനാണ്. വളരെ സിമ്പിളല്ലേ? നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചതച്ച മുളക് ചേർത്ത മെഴുക്ക് വരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പാചകം പഠിക്കുന്നവർക്ക് വരെ ചെയ്യാവുന്ന ഒന്നാണ്. ചതച്ച മുളകൊക്കെ ചേർക്കുന്നത് അവരവരുടെ എരിവിനെ അനുസരിച്ച് ചേർക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ള കൂർക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയിട്ടുള്ളവർ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ്. നമ്മുടെ ഈ ചാനലിൻ്റെ ലോഗോ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ പേജ് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിനെയും യൂട്യൂബ് ചാനലിനെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.